ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈ ഈശോ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21 അധ്യായം 34 തിരുവചനം. അത് ഈശോ നൽകുന്ന ഒരു വാണിംഗ് ആണ്. ഇപ്രകാരമാണ്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 3 കാര്യങ്ങളെക്കുറിച്ച് പറയുക. 1, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇത് ജീവിതത്തിലേക്ക് ഒരു കെണി പോലെ വന്നു വീഴും. എന്നിട്ട് ആ ദിവസം എന്നൊരു സൂചന കൊടുക്കുന്നുണ്ട്. അതെന്തിനെ കുറിച്ചാ? മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പറയുക. ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ നീ നിന്റെ ജീവിതത്തെ, നിന്റെ ഫോക്കസ് മാറ്റിവിട്ട് കഴിഞ്ഞാൽ ക്രിസ്തു വരുമ്പോൾ നിന്റെ ജീവിതം തകർച്ചയിലായിരിക്കും. സുഖലോലുപത, നമുക്കറിയാം സുഖലോലുപത എന്താണെന്നറിയാം. സുഖത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. സുഖത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ ക്രിസ്തുവിന് അവിടെ പ്രാധാന്യമില്ല എന്നുള്ളതാണ്. നീ നിന്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. രണ്ടാമത് പറയാം മദ്യാസക്തി. ജീവിതത്തിലേക്ക് വരുന്ന പലതരത്തിലുള്ള ആസക്തികളുണ്ട്. അതിലൊരു ആസക്തിയാണ് മദ്യാസക്തി. ആസക്തികൾ എന്താ സൂചിപ്പിക്കുക? നീ നിൻ്റെതായ ഇച്ഛകൾക്ക് നീ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. അവിടെയും ക്രിസ്തുവിലുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മൂന്നാമത് പറയുക ജീവിത വ്യഗ്രതയെക്കുറിച്ചാണ്. വ്യഗ്രത, ആകുലത, ടെൻഷൻ. എന്താ ഇത് സൂചിപ്പിക്കുക? നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ നിന്റെ ദൈവത്തിന് സാധിക്കില്ല എന്നുള്ള ഒരു തോന്നലാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുക്കുമ്പോൾ എനിക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ തന്നെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും എന്നൊരു ചിന്തയാണ് ജീവിത വ്യഗ്രത എന്ന് പറയുക, ആകുലത എന്ന് പറയുക. ഇത് 3ഉം ഒരു കെണിയായി തീരുമെന്ന് പറയുക. നമ്മളൊക്കെ കെണി കണ്ടിട്ടുണ്ട്. കെണിക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പുറത്ത് ചാടാൻ വലിയ പാടാ. പുറത്ത് ചാടാനാവാത്ത അവസ്ഥയിൽ ഒരു കുരുക്കിൽ പെടുമെന്ന് പറയുക. ക്രിസ്തുവിനുള്ള പ്രാധാന്യം ഏതെങ്കിലും തലത്തിൽ നിന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ ഇന്ന് നീ ചിന്തിക്കുക നീ ക്രിസ്തുവിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച്. ക്രിസ്തു എത്രത്തോളം നിന്റെ ജീവിതത്തിൽ വളരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു മാനദണ്ഡം നിനക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, നിനക്ക് മാത്രം പ്രാധാന്യം നൽകുവാൻ, മറ്റെല്ലാത്തിനും തള്ളിക്കളയാൻ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, മറ്റു നിന്നിൽ നിന്ന് അകത്തുനിന്ന് എല്ലാത്തിനും തള്ളിക്കളഞ്ഞുകൊണ്ട് നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ജീവിതം ഒരു കെണിയായി തീരാതിരിക്കുവാനുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിന് വേണ്ട സംരക്ഷണവും കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു